ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ തേർഡ് സെമസ്റ്ററിലെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ക്ലാസ്സാണ്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് സെക്കൻഡ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മളെന്താണ് ഫസ്റ്റ് സെമ്മിൽ പഠിച്ചതാണ്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് ഫസ്റ്റ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇതിൽ വരുന്നത്. ഇതിൽ മൊത്തത്തിൽ 6 ബ്ലോക്കാണുള്ളത്. ഓരോ ബ്ലോക്കിലും 4 ചാപ്റ്റർ വൈസ് ആയിട്ട്. അപ്പോൾ ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഗാന്ധി ആൻഡ് നാഷണൽ മൂവ്മെൻറ്റ്. ഗാന്ധിയും നാഷണൽ മൂവ്മെൻറ്റും തമ്മിലുള്ള ദേശീയ പ്രസ്ഥാനം എന്നുള്ള പാഠമാണ്. അപ്പോൾ ഇതിൽ ഈ ഒന്നാമത്തെ ബ്ലോക്കിൽ ആദ്യത്തെ പാഠം എന്നുള്ളത് യൂണിറ്റ് 1 ദ അഡ്വെൻറ്റ് ഓഫ് ഗാന്ധി. ഗാന്ധിൻ്റെ ഇന്ത്യയിലേക്കുള്ള വരവാണ്. ഗാന്ധിയൊക്കെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഗാന്ധി എന്താണ്, ഒരു ബാരിസ്റ്ററായിട്ട് ഗാന്ധി സൗത്ത് ആഫ്രിക്കയ്ക്കാണ് ആദ്യമായിട്ട് ജോലിക്ക് പോകുന്നത്. അപ്പോൾ ഇതിലെ ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഗാന്ധി ഇൻ സൗത്ത് ആഫ്രിക്ക എന്നുള്ള ഇതാണ് ഹെഡിങ്. അപ്പോൾ ഇതിൽ ഗാന്ധി എന്തായിട്ട് ഒരു ബാരിസ്റ്ററായിട്ട് ഗാന്ധി എന്താകുന്നത് 1893 ഗാന്ധി സൗത്ത് ആഫ്രിക്കയ്ക്ക് പോവുകയാണ്. അങ്ങനെ ഈ ദർബൻ എന്നുള്ള സ്ഥലത്താണ് എന്തായിരുന്നു ഗാന്ധി ആദ്യമായിട്ട് എത്തുന്നത്. അത് എന്തിനാണ് പോകുന്നത്, 1893 ഒരു വർഷത്തെ കോൺട്രാക്റ്റ്, അതായത് ഒരു ഗുജറാത്തി മെർച്ചൻ്റ് ദാദാ അബ്ദുള്ള എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ലീഗൽ ഇഷ്യൂസിനൊക്കെ സോൾവ് ചെയ്യാനുള്ള ഒരു വക്കീലായിട്ടാണ് ഗാന്ധി സൗത്ത് ആഫ്രിക്കയ്ക്ക് പോകുന്നത്. അങ്ങനെ ഗാന്ധിയാണ് സൗത്ത് ആഫ്രിക്കയിലെത്തുന്ന ആദ്യത്തെ ബാരിസ്റ്റർ. പിന്നെ ഇൻ ദ സൗത്ത് ആഫ്രിക്ക ഹി ഫേസ്ഡ് ന്യൂമറിയസ് ഇൻസ്റ്റൻസ് ഓഫ് റേഷ്യൽ അരോഗൻസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഫ്രം ദ വൈറ്റ്സ്. സൗത്ത് ആഫ്രിക്കയിലെ വെള്ള ആളുകളിൽ നിന്ന് ഒരുപാട് ഡിസ്ക്രിമിനേഷനും അരോഗൻസും, അതായത് ഈ വർണ്ണത്തിൻ്റെ പേരിലുള്ളതൊക്കെ ഒരുപാട് ഗാന്ധിജി ഫേസ് ചെയ്ത്. അപ്പോൾ ഈ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഗാന്ധിജി മനസ്സിലാക്കി ഗാന്ധി മാത്രമല്ല ഇന്ത്യയിലുള്ള എല്ലാവരും സൗത്ത് ആഫ്രിക്കയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെന്ന്. ഇതിൽ സെക്കൻഡ് പാരഗ്രാഫ് പറഞ്ഞാൽ യങ് ഗാന്ധി വാസ് നോട്ട് റെഡി ടു അക്സെപ്റ്റ് ദ റേഷ്യൽ ഇൻസൾട്ട്സ് ദാറ്റ് ഹി ഫേസ്ഡ് ഇൻ സൗത്ത് ആഫ്രിക്ക. പക്ഷേ ഈ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഗാന്ധിജി എന്തായിട്ടില്ല ഈ സൗത്ത് ആഫ്രിക്കയിലുള്ള ഈ ഒരു ഡിസ്ക്രിമിനേഷനൊന്നും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുള്ള ആളല്ലായിരുന്നു. അദ്ദേഹം 1893 വൈൽ ട്രാവലിംഗ് ഫ്രം ദർബൻ ടു പ്രിറ്റോറിയ ഹി എൻകൗണ്ടർഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിസ്ട്രെസ്സിങ് മൊമെൻറ്റ് ഓഫ് ഹിസ് ലൈഫ്. Though he was travelling with a first-class ticket, a white co-passenger demanded that he leave the first-class compartment. അതായത് ഗാന്ധി ദർബാന്ന് പ്രിറ്റോറിയയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു വെള്ള ആൾ എന്തായിട്ടുണ്ട് ഗാന്ധിജി ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റുള്ള ഗാന്ധിജിനെ ആ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്താക്കി. സിൻസ് ഗാന്ധി പ്രൊട്ടസ്റ്റ്, ഇതിനെതിരെ ഗാന്ധി പ്രൊട്ടസ്റ്റ് ചെയ്ത് ഹി വാസ് പുഷ്ഡ് ഔട്ട് ഓഫ് ദ കമ്പാർട്ട്മെൻറ്റ് ആസ് ദ ട്രെയിൻ റീച്ച്ഡ് ദ മാട്രിസ്ബർഗ് റെയിൽവേ സ്റ്റേഷൻ. ഈ ലഗേജ് വാസ് ഓൾസോ ത്രൂ ഓൺ ദ പ്ലാറ്റ്ഫോം. അവിടുന്ന് ഗാന്ധിനെ ആ ട്രെയിനിന് പുറത്താക്കി. അങ്ങനെ ഗാന്ധിൻ്റെ ലഗേജൊക്കെ പുറത്തോട്ട് എറിഞ്ഞു. ഗാന്ധി വാസ് ദെർഫോർ ഫോഴ്സ്ഡ് ടു സ്പെൻഡ് ദ നൈറ്റ് ഇൻ ദ വെയിറ്റിംഗ് റൂം വിത്തൗട്ട് ആൻ ഓവർകോട്ട് ഇൻ ദ ഹൈറ്റ് ഓഫ് വിൻ്റർ. ആ തണുപ്പ് കാലത്ത് ഗാന്ധി ഒരു ഓവർകോട്ട് പോലും ഇല്ലാതെ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നു. അങ്ങനെ ഗാന്ധിജി അടുത്ത ദിവസം അബ്ദുള്ള സേത്തിൻ്റെ സഹായത്തോടു കൂടി ജനറൽ മാനേജർ റെയിൽവേൻ്റെ ജനറൽ മാനേജറിൻ്റെ സഹായത്തോടു കൂടി ഗാന്ധിജി യാത്ര തുടർന്നു. അങ്ങനെ മറ്റൊരു യാത്രയിൽ ഈ സ്റ്റേജ് കോച്ച് എന്നുള്ള ഒരു സ്ഥലത്തേക്കുള്ള യാത്രയിൽ അവിടുത്തെ കോച്ച്മാനെ ഗാന്ധിജിയെ സീറ്റിൽ നിന്ന് ഒഴിവായിട്ട് നിലത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഇതിലൊക്കെ പറഞ്ഞാൽ ഗാന്ധിജി നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അതായത് സൗത്ത് ആഫ്രിക്കയിലെത്തിയ ഗാന്ധിജി ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതാണ് ഒന്ന് ട്രെയിൻ, പിന്നെ ഈ ഹോട്ടൽ മുറികൾ എടുക്കുന്നിടത്ത് എന്താവുക ഇന്ത്യൻസിന് മുറികൾ കിട്ടില്ല, വൈറ്റ് പീപ്പിളിന് മാത്രമേ അവിടെ മുറികൾ കിട്ടുള്ളൂ. അങ്ങനെ ഗാന്ധിജിൻ്റെ ലീഗൽ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഗാന്ധിജി ഒരു വർഷത്തിന് ശേഷം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് പോരുന്ന സമയത്ത് അവിടുത്തെ ഇന്ത്യൻ സൗത്ത് ആഫ്രിക്കൻസ് ഗാന്ധിജിനെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഒരു ലീഗലായിട്ടുള്ള ഒരു ഒരു പ്രൊട്ടസ്റ്റ് നടത്താൻ വേണ്ടി. അങ്ങനെ ഗാന്ധിജി അതിന് വേണ്ടി സമ്മതിച്ചു. അങ്ങനെ ഗാന്ധിജി ഹൗഎവർ ഈ സ്റ്റേഡ് ഇൻ സൗത്ത് ആഫ്രിക്ക ആൻഡ് ലീഡ് ദ സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ഇന്ത്യൻസ് ടിൽ ദ ഗവൺമെൻറ് പാസ്ഡ് ഇന്ത്യൻ റിലീഫ് ആക്ട് ഇൻ 1914. 1914 ഇന്ത്യൻ റിലീഫ് ആക്ട് ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്നത് വരെ ഗാന്ധിജി ആ ഒരു സ്ട്രഗിളിന് നേതൃത്വം നൽകി.
ഇനി രണ്ടാമത്തെ ഹെഡിങ് പറഞ്ഞാൽ ഗാന്ധിയൻ മെത്തേഡ്സ് ഓഫ് സ്ട്രഗിൾ ഇൻ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധിജി ഉപയോഗിച്ച സമരത്തിന് വേണ്ടി ഉപയോഗിച്ച മെത്തേഡ്സാണ്. സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധിജി പൊതുവെ 2 മെത്തേഡാണ് ഉപയോഗിച്ചത്. ഒന്ന് മോഡറേറ്റ് ഫേസും, 2 നിയമലംഘനം, അതായത് സിവിൽ ഡിസൊബീഡിയൻസ് എന്നുള്ള അതുമാണ്. മോഡറേറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് ഫേസ് ഹി ഫോളോഡ് ദ മെത്തേഡ് ഓഫ് സെൻഡിങ് പെറ്റീഷൻസ് ആൻഡ് മെമ്മോറിയൽസ് ടു ദ സൗത്ത് ആഫ്രിക്കൻ ലെജിസ്ലേച്ചർ. ഈ കാലഘട്ടത്തിൽ എന്തായി ഗാന്ധിജി മോഡറേറ്റ് ഫേസ് എന്നാൽ മിതമായ ഘട്ടം എന്നാണ് ഇതിനർത്ഥം. അതായത് ഗാന്ധിജി എന്തായി തുടർച്ചയായിട്ടുള്ള കത്തുകളും അതുപോലെ തന്നെ നിവേദനങ്ങളൊക്കെ എന്തായി ഗവൺമെൻറ്റിന് അയക്കുക എന്നുള്ള ഒരു രീതിയിലാണ് എന്തായത് ഗാന്ധിജി മോഡറേറ്റ് ഫേസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ സിവിൽ ഡിസൊബീഡിയൻസ് ആണ്, അതായത് നിയമലംഘനം. ഇത് 1906 എന്തായത് ഗാന്ധിജി സ്റ്റാർട്ട് ചെയ്തത്. ഇത് പറഞ്ഞാൽ നോൺ വയലൻസ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഇതൊരു വിജയകരമായ ഒരു എക്സ്പെരിമെൻ്റായി മാറി. പിന്നെ എന്തായി ഗാന്ധിജിൻ്റെ ഈ ഒരു 2 മെത്തേഡാണ് പിന്നെ എന്തായത് ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലും തുടർന്നത്. അതോടുകൂടി എന്തായി ഗാന്ധിജി സൗത്ത് ആഫ്രിക്ക വിട്ടു. ഗാന്ധിൻ്റെ അടുത്ത റെഡിങ്ങാണ് റിസൾട്ട് ഓഫ് ഗാന്ധിയൻ മെത്തേഡ്സ്. അതായത് ഈ സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധിജിൻ്റെ സ്ട്രഗിളിൻ്റെ റിസൾട്ട്. സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധിൻ്റെ എക്സ്പെരിമെൻ്റൊക്കെ എന്താണ് വളരെ വിജയകരമായിരുന്നു. അതായത് ഗാന്ധിജി എന്തായി ഈ സൗത്ത് ആഫ്രിക്കയിലുള്ള ഹിന്ദുസ്, മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, പാർസീസ് ഇവർക്ക് ഇടയിലൊക്കെ ഒരു ഐക്യം ഉണ്ടാക്കാൻ ഗാന്ധിക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ ഗാന്ധിക്ക് എന്തായി സ്വന്തമായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റിനുള്ളൊരു സ്റ്റൈല് എന്തായി പൊളിറ്റിക്കലി ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതായത് പോലെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇതൊക്കെ ഗാന്ധിക്ക് ഉണ്ടെന്ന് മനസ്സിലാകാൻ തുടങ്ങി. പിന്നെ എന്തായി ഗാന്ധിജിയുടെ ഈ സമര രീതികൾ മൂലം എന്തായി ഇന്ത്യൻ ഡിമാൻഡ്സൊക്കെ സൗത്ത് ആഫ്രിക്കൻ ഗവൺമെൻറ് എന്തായിട്ടുണ്ട് അംഗീകരിച്ചിട്ടുണ്ട്. അതായത് പോൾ ടാക്സ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്സ് ആൻഡ് മാരേജ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇന്ത്യൻ റൈറ്റ്സ് ഇതൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ഹെഡിങ്ങാണ് ഗാന്ധി ഇൻ ഇന്ത്യ. ഗാന്ധി ഇന്ത്യയിലേക്ക് വരുന്നതിനെ കുറിച്ച്. ഗാന്ധി ഇന്ത്യക്ക് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ 1-ാം ലോകമഹായുദ്ധം കഴിഞ്ഞ സമയത്താണ്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആകെ മൊത്തം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് വളരെയധികം നാഷണൽ കടങ്ങളുണ്ട്, പിന്നെ ഹെവി വാർ ലോൺസ് ഉണ്ട്, പിന്നെ വർദ്ധിച്ചു വരുന്ന ടാക്സുകൾ, പിന്നെ കസ്റ്റം ഡ്യൂട്ടീസ്, ഇതൊക്കെ ഇങ്ങനെ വളരെയധികം ഇന്ത്യത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്താണ്. പിന്നെ ഈ വിളകളിലും അതേപോലെ വിള നഷ്ടത്തിലൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഈ 1918-19 കാലങ്ങളിലും. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഗുഡ്സ്, ഫുഡ് ക്രോപ്സിൻ്റെ ഒക്കെ വില എന്തായി വളരെയധികം ഉയർന്നു വന്നു. മറ്റൊരു പ്രധാനപ്പെട്ട എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടായത് ഈ കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയൽ മേഖലയിലാണ്. ഇൻഡസ്ട്രിയൽ മേഖല എന്തായി ഒരുപാട് വളർന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്തായി ജനങ്ങൾ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. അതായത് ഈ പല കൃഷികൾ ചെയ്തിരുന്നവരൊക്കെ എന്തായി ഈ നമ്മളെ ചണം, ടെക്സ്റ്റൈൽസ് മേഖലയിലൊക്കെ ഉള്ള കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. അതുമൂലം തന്നെ എന്തായി ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഈ വർക്കിംഗ് ക്ലാസ് പീപ്പിൾസൊക്കെ എന്തായി ഈ ഗവൺമെൻറ്റിനെതിരെ സ്ട്രൈക്സും മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. മൊത്തം പറഞ്ഞാൽ വേൾഡ് വാർ ഫസ്റ്റിന് ശേഷം ഇന്ത്യയിലെ സിറ്റുവേഷൻ വളരെയധികം മോശമായിരുന്നു. ഇനി മറ്റൊരു ഹെഡിങ്ങാണ് ഗാന്ധി ആൻഡ് ഈസ് എക്സ്പെരിമെൻറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ 1915 ജനുവരിയിലാണ് ഗാന്ധി എന്തായത് ഇന്ത്യയിൽ തിരിച്ചെത്തുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്. ഗാന്ധിജി അങ്ങനെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുകയും ഗാന്ധി എന്തായി ആൾക്കാർക്കൊക്കെ അറിയാം ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ വലിയ സമരങ്ങളൊക്കെ നടത്തി പ്രശസ്തമായി വന്നൊരു സമയമാണ്. അങ്ങനെ എന്തായി ഗോഖലെൻ്റെ അഡ്വൈസിൽ ഗാന്ധി എന്തായി ഒരു വർഷത്തേക്ക് പബ്ലിക് ഒപ്പീനിയൻ ഒന്നും പറയണ്ട എന്നുള്ള രീതിയിലാണ് ഗാന്ധിജി മുന്നോട്ട് പോയത്. അങ്ങനെ ഗാന്ധിജി എന്തായി ഹി ട്രാവൽഡ് അറൗണ്ട് ദ കൺട്രി, രാജ്യം മുഴുവൻ ചുറ്റിക്കറങ്ങുകയും സീൻ ദ സ്റ്റഡിങ് ആൻഡ് ദ ആക്ച്വൽ സിറ്റുവേഷൻ ഹി ദാൻ ഓർഗനൈസർ ഈസ് ആശ്രമ ഇൻ അഹമ്മദാബാദ്. അങ്ങനെ രാജ്യം മൊത്തം ചുറ്റി കാണുകയും അങ്ങനെ അഹമ്മദാബാദിൽ എന്തായി ഗാന്ധിജി ആശ്രമം തുടങ്ങുകയും ചെയ്തു. ഗാന്ധിജി മനസ്സിലാക്കിയത് സത്യാഗ്രഹം മൂലം മാത്രമാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടാൻ കഴിയുള്ളൂ. അങ്ങനെ ഗാന്ധിജി ആദ്യമൊക്കെ എന്തായിട്ടില്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലോ അല്ലെങ്കിൽ മാസ്റ്ററുകളിലോ ഒന്നും എന്തായിട്ടില്ല ജോയിൻ ചെയ്തിട്ടില്ല. അങ്ങനെ 1917-18 കാലഘട്ടത്തിൽ 3 പ്രധാനപ്പെട്ട സ്ട്രഗിൾസിൽ എന്തായി ഗാന്ധിജി പങ്കെടുത്തു. ഒന്ന് ചമ്പാരൻ സത്യാഗ്രഹമാണ് ബീഹാറിലുള്ള, 2 കേദ, 3 അഹമ്മദാബാദ് സത്യാഗ്രഹ ഗുജറാത്തിൽ നടന്നത്. ഈ ചമ്പാരൻ സത്യാഗ്രഹം 1917 ചമ്പാര സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ചമ്പാരയിലെ കർഷകരെന്തായി യൂറോപ്യൻ പ്ലാന്റേഴ്സ് എന്തായി
ഇൻഡിക്കോ കൃഷി ചെയ്യണം. അതെങ്ങനെ അവരുടെ സ്വത്തിൻ്റെ 20% ഭാഗം ഇൻഡിക്കോ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു. ഈ ചമ്പാര സത്യാഗ്രഹ തിങ്കാത്തിയ സിസ്റ്റം എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി ജർമ്മൻ സിന്തറ്റിക്സ് ഡൈസ് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആയും തുടങ്ങി. ഇതോടുകൂടി ഇൻഡിക്കോൻ്റെ ഡിമാൻഡ് കുറഞ്ഞു. അപ്പോൾ കർഷകരൊക്കെ സ്വാഭാവികമായും വളരെയധികം ബുദ്ധിമുട്ടിലായി. അതുപോലെ തന്നെ ഈ അവരുടെ നിത്യോപയോഗ സാധനങ്ങളായ റൈസ്, സാൾട്ട്, ഓയിൽസ് ഇതിൻ്റെയൊക്കെ വില കൂടുകയും ചെയ്തു. എന്നാൽ ഇവർ വിൽക്കുന്ന സാധനങ്ങൾക്കൊന്നും യാതൊരു വിലയും ഉണ്ടായില്ല. അങ്ങനെ ചമ്പാരയിലെ ഒരു ലോക്കൽ മാനായ രാജ്കുമാർ ശുക്ല ഗാന്ധിജിയെ കാണുകയും ഇതിനൊരു സൊല്യൂഷൻ ആണെന്നും പറഞ്ഞു. അങ്ങനെ ഗാന്ധിജി ചമ്പാരയിലെത്തി. അപ്പോൾ കമ്മീഷണർ ഗാന്ധിജിയോട് അവിടുന്ന് പോകാൻ പറഞ്ഞു. പക്ഷേ ഗാന്ധിജി ഇതിനെ റിഫ്യൂസ് ചെയ്തു. അങ്ങനെ ഗാന്ധിജി ഡിസൊബീഡിയൻസ് തുടങ്ങി. പക്ഷേ ഗവൺമെൻറ് എന്തായിട്ടില്ല, ഇത് ഒരു ഇഷ്യൂ ഉണ്ടാക്കാനുള്ള തീരുമാനം ഉണ്ടായി. അങ്ങനെ ബീഹാർ ഗവൺമെൻറ്റിനോട് പറഞ്ഞു ഇതിനെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ഇതിനെ എൻക്വയറി ചെയ്യാൻ. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് കമ്മീഷൻ ഓഫ് എൻക്വയറി എന്നുള്ള ഒരു ആളെ അപ്പോയിൻമെൻറ്റ് ചെയ്തു ഇത് കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കാൻ. അങ്ങനെ ഈ കമ്മീഷൻ ഗാന്ധിനെ അതിലൊരു മെമ്പറായി നോമിനേറ്റ് ചെയ്തു. അങ്ങനെ 1917 കമ്മിറ്റി ചമ്പാരൻ അഗ്രേറിയൻ ആക്ട് എന്നുള്ളൊരു ആക്ട് പുറപ്പെടുവിച്ചു. ഈ ഒരു ആക്ട് പ്രകാരം ടിങ്കാത്തിയ സിസ്റ്റം ഒഴിവാക്കി. അതുപോലെ തന്നെ കർഷകരോടുള്ള ഒരു കോംപ്രമൈസ് എന്നുള്ള നിലക്ക് അവരിൽ നിന്ന് 25% റീഫണ്ട് നൽകാനും പറഞ്ഞു. അവർ വാങ്ങിയ പൈസകളൊക്കെ, ഇല്ലീഗലായിട്ട് വാങ്ങിയ പൈസകളൊക്കെ. അങ്ങനെ ഈ ഒരു മൂവ്മെൻറ്റ് എന്നുള്ളത് സത്യാഗ്രഹം എന്നുള്ള ഒരു വിജയകരമായിട്ടുള്ള ഒന്നായി. അങ്ങനെ ദി സ്ട്രഗിൾ ബിക്കം ദ ഫസ്റ്റ് സക്സസ്ഫുൾ എക്സ്പെരിമെൻറ്റ് ഓഫ് സത്യാഗ്രഹ ഇൻ ദ ഇന്ത്യൻ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്. ഇന്ത്യൻ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൽ ആദ്യത്തെ വിജയകരമായ ഒരു സത്യാഗ്രഹമായിരുന്നു ഇത്. 1818 അഹമ്മദാബാദ് സത്യാഗ്രഹം ഉണ്ടാകുന്നത്. അതായത് ചമ്പാരൻ സത്യാഗ്രഹത്തിന് ശേഷം ഗാന്ധിജി ഈ അഹമ്മദാബാദിലുള്ള പണിക്കാരുടെ പ്രശ്നത്തിലേക്കൊക്കെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ അഹമ്മദാബാദ് എന്നുള്ള സ്ഥലം ടെക്സ്റ്റൈൽസും മില്ലൊക്കെ ഉള്ളത് കൊണ്ട് വളരെയധികം സമ്പുഷ്ടമായൊരു നഗരമാണ്. അങ്ങനെ ഈ 1918 കാലഘട്ടത്തിൽ ഈ ടെക്സ്റ്റൈൽസിലൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ തുടങ്ങി. അതായത് ഈ കോട്ടൺ ടെക്സ്റ്റൈൽസിൽ അതിൽ ടാക്സൊക്കെ വർദ്ധിച്ച് വരൽ തുടങ്ങി. അങ്ങനെ ഈ ഒരു സമയത്ത് പ്ലാഗ് ഉണ്ടാവണം. അപ്പോൾ ഈ പ്ലാഗ് ബോണസ് പറഞ്ഞ ഒരു സംഭവമുണ്ട്. പ്ലാഗ് ബോണസായിട്ട് പണിക്കാർക്ക് കുറച്ച് കൂടുതൽ ശമ്പളം നൽകുക. അതായത് ഓണേഴ്സ് 70% ബോണസ് വർക്കേഴ്സിന് കൊടുക്കുക. പക്ഷേ ഓണേഴ്സ് ഇതൊക്കെ മാറിയതിൻ്റെ കാരണം പ്ലാഗ് മാറിയതോടുകൂടി പിൻവലിക്കാൻ തുടങ്ങി. പക്ഷേ വളരെയധികം പ്രശ്നത്തിലാണ്. കാരണം 1918 പറഞ്ഞാൽ 1-ാം ലോകമഹായുദ്ധം കഴിഞ്ഞ സമയമാണ്. ഈ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഇതിനെതിരെ പ്രതിഷേധിച്ചു. അങ്ങനെ ബ്രിട്ടീഷ് കളക്ടർ ഗാന്ധിയോട് പറഞ്ഞത് ഈ മിൽ ഓണേഴ്സിന് ഒരു കോംപ്രമൈസ് വെക്കാൻ. അങ്ങനെ ഗാന്ധി അപ്രോച്ച് വൺ ഓഫ് ദ മിൽ ഓണേഴ്സ് അംബലാൽ സാരാഭായിനോട് വേജ് ഉയർത്താൻ പറഞ്ഞു. പക്ഷേ ഈ ഒരു സമയത്ത് ഒരുപാട് വർക്കേഴ്സ് സ്ട്രൈക്കിനും അങ്ങനെ മീറ്റിങ്ങിനൊക്കെ ഒരുമിച്ച് കൂടി ഇതിനൊരു സൊല്യൂഷൻ കാണാൻ വേണ്ടി. അങ്ങനെ ഈ ഒരു അവസരം, ഇപ്പോൾ ഈ സ്ട്രൈക്കൊക്കെ നടക്കുന്നൊരു അവസരം മുതലെടുത്തുകൊണ്ട് ഓണേഴ്സ് അഗ്രിമെൻറ്റ് പിൻവലിച്ചു. അപ്പോൾ ദ മിൽ ഓണേഴ്സ് ഓഫേർഡ് 20% ബോണസ് ആൻഡ് ത്രെട്ടേൺഡ് ടു ഡിസ്മിസ് ആൾ ഹൂ ഡിഡ് നോട്ട് അക്സെപ്റ്റ് ഇറ്റ്. 20% അധികം നൽകുക, അല്ലാത്തവരൊക്കെ ഡിസ്മിസ് ചെയ്യുന്നുള്ള ഭീഷണിപ്പെടുത്തി. ഗാന്ധിജി ഈ സമയത്ത് വർക്കേഴ്സിനോട് പറഞ്ഞത് ഇത് മാറ്റുന്നത് വരെ സമരം ചെയ്യാൻ. അങ്ങനെ ആഫ്റ്റർ സ്റ്റഡിങ് ദ പ്രൊഡക്ഷൻ കോസ്റ്റ്, പ്രോഫിറ്റ് ഓഫ് ദ ഇൻഡസ്ട്രി ആൻഡ് ദ കോസ്റ്റ് ഓഫ് ലിവിങ്, ദ വർക്കേഴ്സ് ഡിമാൻഡ് 30% ഇൻക്രീസ് ഇൻ വേജസ്. ദ സ്ട്രൈക്ക് വാസ് സപ്പോർട്ടഡ് ബൈ അംബലാൽ സാരാഭായ്, സിസ്റ്റേഴ്സ് അനസൂയ ബെഹൻ. വർക്കേഴ്സ് 35% അവരുടെ ശമ്പളത്തിൽ ഉയർച്ച വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ അംബലാൽ സാരാഭായ് ഇതിനെ ഒക്കെ സ്ട്രൈക്കിനെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പതിയെ ഈ സ്ട്രൈക്ക് ഇങ്ങനെ പിൻവലിയാൻ തുടങ്ങി. ഈ ഒരു സമയത്ത് ഗാന്ധി ഒരു നിരാഹാരം ഇരുന്നുണ്ട് ഈ വർക്കേഴ്സിനൊക്കെ ഒന്ന് ശക്തിപ്പെടുത്താൻ. അങ്ങനെ ഈ നിരാഹാരം ഈ മിൽ ഓണേഴ്സിനെ കുറച്ച് പ്രഷറിലാക്കി. അങ്ങനെ ഇത് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ 35% സാലറിയിൽ കൂട്ടി കൊടുക്കാനുള്ള അക്സെപ്റ്റ് ചെയ്തു.
അടുത്തതാണ് കേദ സത്യാഗ്രഹ. 1918 കേദ സത്യാഗ്രഹം ഉണ്ടാവുന്നത്. ദ പെസൻറ്റ് ഓഫ് കേദ ഡിസ്ട്രിക്ട് ഇൻ ഗുജറാത്ത് വേർ ഇൻ എക്സ്ട്രീം ഡിസ്ട്രീസ് ഡ്യൂ ദ ഫെയിലിയർ ഓഫ് ക്രോപ്സ്. ഈ ഗുജറാത്തിലെ കേദ ജില്ലയിൽപ്പെട്ട കർഷകർ എന്തായി, വിളനാശത്തെ തുടർന്ന് വളരെയധികം ബുദ്ധിമുട്ടിലായി. ദ അപ്പീൽ ഓഫ് ദ പെസൻസ് ഫോർ റവന്യൂ റിലീഫ് ഫ്രം ദ ഗവൺമെൻറ് വാസ് ഡിനൈഡ്. അങ്ങനെ അവരെന്തായി, ഈ പെസൻറ്റ് റവന്യൂവിലൊരു, അതായത് ഇത് കൊടുക്കുമല്ലോ, ടാക്സ് കൊടുക്കണതിൽ ഒരു ഇത് വേണമെന്നുള്ളത് പോലെ അപ്പീൽ ചെയ്തു. അവർ നൽകിയ അപ്പീൽ എന്തായി, ഗവൺമെൻറ് അത് നിരസിച്ചു. പെസൻസ് വെർ ആൾസോ ഇൻ എ ഡെബിറ്റ് ഡ്യൂ ടു ദ പ്ലാഗ് ഓഫ് 1960. 1916 പ്ലാഗും മൂലം കർഷകർ ഓൾറെഡി വളരെയധികം കടത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഈ ഒരു വിളനാശം കൂടി വന്നപ്പോൾ ഓല് വളരെയധികം ദുരിതത്തിലായി. മോഹൻലാൽ കശ്വേർ പാണ്ഡ്യ ആൻഡ് ശങ്കർലാൽ പരിക്, two local leaders of Kerala, appealed to the Bombay government for revenue relief and also approached Gujarat Sabha in Ahmedabad for help. ഈ രണ്ടാൾക്കാരുണ്ടല്ലോ, കേശ്വറും അതേപോലെ പരീഖ്, ഇവരുണ്ടാവും ബോംബെ ഗവൺമെൻറ്റിനെ അപ്പീൽ ചെയ്തു, റവന്യൂവിൽ റിലീഫ് ചെയ്യണം. അങ്ങനെ അതുപോലെ ഗുജറാത്ത് സഭ, അഹമ്മദാബാദിലെ ഗുജറാത്ത് സഭയും കൂടി സഹായത്തിന് വേണ്ടി അപ്രോച്ച് ചെയ്തു. അങ്ങനെ ദേ ആൾസോ ഇൻഫോംഡ് ഗാന്ധി അബൌട്ട് ദ ഡിസ്ട്രിക്ട്സ് വൈൽ ഈ വാസ് അറ്റ് ചമ്പാര. ഗാന്ധി ചമ്പാരനിലായിരിക്കുന്ന സമയത്ത് ഈ കേദയിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഗാന്ധിയോടുകൂടി ഈ രണ്ടാൾക്കാർ റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഗുജറാത്ത് സഭ ഈ ബോംബെ ഗവൺമെൻറ്റിനോട് ഈ റവന്യൂ ഡിമാൻഡ് മാറ്റിവെക്കാൻ പറഞ്ഞു. സിൻസ് ദ ഗവൺമെൻറ് ഡിഡ് നോട്ട് അഗ്രി. പക്ഷേ ഗവൺമെൻറ് അത് അംഗീകരിച്ചില്ല. ഈ സമയത്ത് ഗുജറാത്ത് സഭ കർഷകരോട് പറഞ്ഞു ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ദുലാൽ യജ്ഞിക് ആൻഡ് അതർ ജോയിൻഡ് ദ മൂവ്മെൻറ്റ്. സർദാർ വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യജ്ഞിക്കും മറ്റുള്ള ആൾക്കാരൊക്കെ ഈ ഒരു കേദ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. ഇൻ ഫെബ്രുവരി 1918 ഗാന്ധി ആൻഡ് ദ ഗുജറാത്ത് സഭ മെമ്പേഴ്സ് വിസിറ്റഡ് ദ വില്ലേജ് ഇൻ കേദ. 1918 ഫെബ്രുവരിയിൽ ഗാന്ധിജിയും ഗുജറാത്ത് സഭ അംഗങ്ങളും കേദ ഗ്രാമം സന്ദർശിച്ചു. സിൻസ് ദ ഗവൺമെൻറ് ഡിഡ് നോട്ട് റെസ്പോണ്ട് ടു ദ പെസൻസ് ഡിമാൻഡ്സ്. ഈ ഒരു സമയത്ത് പോലും ഗവൺമെൻറ് ഇവരുടെ ആവശ്യങ്ങളൊന്നും യാതൊരു വിധത്തിലും റെസ്പോണ്ട് ചെയ്തു, ആവശ്യങ്ങൾ നിറവേറ്റണം എന്നുള്ളതിന്. ഗാന്ധി കാൾഡ് ഫോർ എ സത്യാഗ്രഹ. ഗാന്ധി അവിടുത്തെ ആൾക്കാരൊക്കെ ഒരു സത്യാഗ്രഹത്തിന് വേണ്ടി വിളിച്ചു. ദ കേദ സത്യാഗ്രഹ വാസ് എ യുണൈറ്റഡ് പ്രൊട്ടസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് റിസൾട്ടഡ് ഇൻ ദ ഗവൺമെൻറ് മേക്കിംഗ് ആൻ അഗ്രിമെൻറ്റ് ഫോർ ബോത്ത് ദ പാർട്ടീസ്. അക്കോർഡിംഗ് ദ ടാക്സ് ഫോർ ദ കറൻറ്റ് ഇയർ ആൻഡ് ദ ഫോളോയിങ് ഇയർ വെർ സസ്പെൻഡ്. അപ്പാർട്ട് ഫ്രം ദിസ് ആൾ കോൺഫിസ്കേറ്റഡ് പ്രോപ്പർട്ടീസ് വെർ റിട്ടേൺഡ്. അങ്ങനെ ഈ സത്യാഗ്രഹം എന്നുള്ളത് ഒരു വലിയൊരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു. അതായത് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഒരു അഗ്രിമെൻറ്റിലെത്തി. അങ്ങനെ ഈ വർഷത്തെയും അതേപോലെ വരുന്ന വർഷത്തെയും ടാക്സ് ഗവൺമെൻറ് ഒഴിവാക്കി കൊടുത്തു. അങ്ങനെ അതുപോലെ തന്നെ ജപ്തി ചെയ്ത് വെച്ച കർഷകരുടെ സ്ഥലങ്ങളൊക്കെ റിട്ടേൺ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ വന്നിട്ട് ഉള്ള ആദ്യത്തെ 3 സത്യാഗ്രഹമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ചമ്പാരൻ, അഹമ്മദാബാദ് ആൻഡ് കേദ. ഈ ഒരു ഇതിലൂടെ തന്നെ